അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരാൾക്ക് ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും വലിയ സഹായം അത് സമ്പത്തിൽ തന്നെ ആകണമെന്നില്ല, പണം കൊണ്ട് ആകണമെന്നേ ഇല്ല. വലിയ സഹായമാണ് ഒരാൾക്ക് മനക്കരുത്ത് തളർന്ന് ഇരിക്കുന്ന സമയത്ത്, വളരെ ടെൻഷനോടുകൂടി ഇരിക്കുന്ന സമയത്ത് മനസ്സിന് ധൈര്യം ഉണ്ടാക്കി കൊടുത്ത് മനസ്സിന് നല്ല ഒരു ഊർജം പകർന്നു കൊടുക്കലാണ്. ചിലപ്പോൾ കടമുണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബിസിനസ് പൊട്ടിയോ അങ്ങനെ കുറെ വിധത്തിലെല്ലാം ഉണ്ടാകാം. ഏതായാലും കുറെ ആളുകൾ ജീവനെടുക്കുവാനും അല്ലെങ്കിൽ നാട് വിട്ടു ഓടുവാനും ഇങ്ങനെ ധൈര്യം പകർന്നു കൊടുക്കാൻ ആളില്ലാത്തത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു തളർച്ച ഉണ്ടാകുന്നത്. ആ സമയത്ത് ആ തളർച്ച ഇല്ലാതെ ആകാൻ വേണ്ടി നാം ധൈര്യം ഉണ്ടാക്കി കൊടുക്കണം. അതാണ് വലിയ സഹായം. കുറെ ആളുകൾ അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് പല ആളുകളും പല പ്രശ്നത്തിലും പല പ്രയാസത്തിലും ഉണ്ടാകുന്നത്. അപ്പൊ അവിടെ ഒരു ചോദ്യം ഉണ്ടാകും, അവൻ എന്തിനാ കച്ചവടം ചെയ്യാൻ പോയിന്, അവൻ എന്തിനാ ആ ബിസിനസ് നടത്താൻ വേണ്ടി പോയത്? അതൊന്നും നാം പറയേണ്ട മറുപടിയുമല്ല, ചെയ്യേണ്ട കാര്യവുമല്ല. സാധിക്കുമെങ്കിൽ ഒരാൾക്ക് നന്മ ഉണ്ടാക്കി കൊടുക്കാം, ധൈര്യം പകർന്നു കൊടുക്കാം. ഇനി മുതൽ അങ്ങനെയുള്ളതിനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള പ്രേരണ കൊടുക്കുക, ഉപദേശം പറഞ്ഞു കൊടുക്കുക. ഒരാൾ പറഞ്ഞിട്ട് ഒരു പ്രാവശ്യം കുടുങ്ങി, അവരെ നന്നാക്കിയെടുത്തു, അവന്റെ കാര്യങ്ങളെല്ലാം സോൾവ് ചെയ്തു, അങ്ങനെ ശരിയായി. രണ്ടാമതും അങ്ങനെ അതിലേക്ക് തന്നെ പോയി, അങ്ങനെ വീണ്ടും വീണ്ടും അങ്ങനെ പോവുകയാണെങ്കിൽ അവനെ പറ്റി നമുക്ക് ദൂരെയായി നിൽക്കാം. ഇതല്ല, ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരാൾ കുടുങ്ങിയാൽ അവൻ എന്താ അത് ചെയ്യാൻ പോയത്, ഇത് ചെയ്യാൻ പോയത്, അത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് സാധിക്കുകയാണെങ്കിൽ ഒന്നിനൊരു പണം കൊണ്ടെങ്കിൽ അങ്ങനെ, അത് വേണ്ട. അതല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ വാക്കുകൊണ്ട് എന്തെങ്കിലും അവന്റെ മനസ്സിന് ധൈര്യം ഉണ്ടാക്കി കൊടുക്കലാണ്. അതാണ് നമ്മുടെ സഹായം. അത് നമുക്ക് ചെയ്യാൻ കഴിയില്ല. നമുക്ക് കുറെ എന്തെല്ലാം വിഷയങ്ങളെ ചോദിച്ച് പഠിച്ച് അതിന്റെ കമാൻഡ് ചെയ്യാൻ നമുക്ക് ഒരുപാട് കഴിയും. അത് നമുക്കൊരിക്കലും ഭൂഷണമല്ല, അത് നല്ലതിന്റെ ഒരു ഹാബിറ്റ് അല്ല, അത് വേണ്ട. അങ്ങനെ ഇല്ലാതെ നല്ല പ്രവർത്തനം, നല്ല വാക്ക്, നല്ല വിഷയങ്ങൾ പറഞ്ഞു കൊടുത്ത് നന്നാക്കാൻ വേണ്ടി നാം ശ്രമിക്കാം. അത് ഉപകാരമാകട്ടെ.